ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി ദോശയാട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. നമ്മളൊരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. നമ്മൾ സെപ്പറേറ്റ് അരിയും ഉഴുന്നും മാറ്റിയല്ല അരച്ചുണ്ടാക്കുന്നത്, എല്ലാം ഒന്നിച്ച് തന്നെ അരച്ചുണ്ടാക്കുന്ന ദോശയാട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അരി ഒന്ന് കുതിർക്കാൻ വേണ്ടി ഇടണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു കപ്പിൽ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 ഗ്ലാസ് ഉഴുന്നാണ്, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ. അപ്പോൾ അരിയും ഉഴുന്നും വേറെ വേറെ കുതിരാൻ ഇടണ്ട, ഒന്നിച്ച് തന്നെ കുതിരാൻ കഴുകിയിട്ടാൽ മതി. ഒന്നിച്ചാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകണം. കഴുകിയ ശേഷം ഒരു 7-8 മണിക്കൂർ കുതിരാൻ വേണ്ടി വെള്ളം ഒഴിച്ചിടാം. നല്ലതുപോലെ കുതിർന്ന് വരട്ടെ, എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഞാൻ കഴുകിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അരിയും ഉഴുന്നും ഉലുവയാണ് ഇപ്പോൾ ഇതിനകത്തിട്ടിരുന്നത്. അത് നമ്മൾ മുഴുവനായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു തണ്ട് കരിയാപ്പില, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക് എരിയുള്ളതാണെങ്കിൽ പകുതി മതി, എരിയില്ലെങ്കിൽ ഒരെണ്ണം ഇടാം കേട്ടോ. ഇത് ഇത്രയും ചേർത്ത് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചാണ് നമ്മൾ അരയ്ക്കുന്നത്. അപ്പം ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയൊരു തവി ചോറ് ഇത് ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്ത ശേഷം നമുക്ക് മാവ് പൊങ്ങാൻ വയ്ക്കാം. അപ്പം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുന്നതനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. പാത്രത്തിലോട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം വേണമെങ്കിൽ ശകലം വെള്ളം കൂടെ ഒഴിച്ച് ജാറൊന്ന് കഴുകിയതിനകത്തേക്ക് ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മാവ് പൊങ്ങി വരട്ടെ. അപ്പോൾ അതാണ്ട് ഇപ്പോൾ നല്ലതുപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ ഇനിയാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല മാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഇഡ്ഡലിക്കാണെങ്കിൽ ഇത്രയും കൂടെ കട്ടി വേണം, ദോശയ്ക്കായിട്ട് ഇത് ലൂസായാലും കുഴപ്പമില്ല കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ദോശ ചൂടാം. അപ്പോൾ നമുക്കിനി തവ വെച്ച് കൊടുക്കാം. തവയൊന്ന് ചൂടാകുമ്പം ഒരു തവി മാവ് കോരി ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ ഞാൻ ഈ ദോശ ഒരുപാട് അങ്ങ് പരത്തി എടുക്കുന്നില്ല, ഇത്രയും ഇതിൽ പരത്തി എടുക്കുന്നതായിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എടുക്കാറ്, ഒരുപാട് പരത്താറില്ല. മസാല ദോശയ്ക്കാണെങ്കിൽ ഞാൻ മുഴുവനായിട്ട് പരത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എടുക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാട്ടോ ഇങ്ങനെ എടുക്കുന്നത്. നിങ്ങൾക്ക് മുഴുവനായിട്ട് പരത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ അത് കാണാൻ നല്ലതുപോലെ നിറയെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ദോശ നല്ല അടിപൊളിയായിട്ട് റെഡി, നല്ല സോഫ്റ്റും ആട്ടോ. ഇതിൻ്റെ കൂടി തക്കാളി ചട്നിയോ അല്ല സാധാ തേങ്ങാ ചമ്മന്തി ആണെങ്കിലും ഇനിയല്ല സാമ്പാറാണെങ്കിലും എന്ത് കൂട്ടി വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് ദോശ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇഞ്ചിയും പച്ചമുളകും കരിയാപ്പിലയൊക്കെ ഇട്ട് അരച്ച് ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ അരിയും ഉഴുന്നും ചോറും മാത്രമല്ലേ ദോശയ്ക്ക് എടുക്കാറ്. ഇതിങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരു വെറൈറ്റി ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അല്പം നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ നെയ്യ് ഒഴിക്കുന്നില്ലേ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ദോശയുടെ മുകളിലോട്ട് കുറേശ്ശെ നെയ്യും കൂടെ ഒഴിച്ചെടുക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റാട്ടോ. പക്ഷേ ഞാൻ ഇപ്പോൾ നെയ്യ് ഒഴിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ എടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്